നമസ്കാരം. കണ്ണൂരിലെ CPM-ന്റെ ഫയർ ബ്രിഗേഡ് PP ദിവ്യ വളരെ ലാഘവത്തോടുകൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പാർട്ടി അവരെ സംരക്ഷിക്കും എന്ന ഉറപ്പ് നൽകുന്ന ലാഘവം. അതിന്റെ കാരണം ദിവ്യക്കെതിരെയുള്ള ആരോപണം തന്നെ ഇല്ലാതാകുന്ന തരത്തിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും ഇത് കൊലപാതകമാണ് എന്ന സംശയം പോലും ഉന്നയിക്കുന്നുണ്ട്. കൊലപാതകമാണെങ്കിൽ ദിവ്യയുടെ മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റം അങ്ങനെ തന്നെ ഇല്ലാതാകും. കാരണം കൊലപാതകത്തിനല്ല ദിവ്യയെ അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും ആത്മഹത്യാ പ്രേരണയ്ക്കാണ്. കൊലപാതകമാണ് കുറ്റകൃത്യമെങ്കിൽ ദിവ്യ രക്ഷപ്പെടും. CPM-നെ സംബന്ധിച്ചിടത്തോളം കൊലപാതക അന്വേഷണത്തിലേക്ക് പോകുന്നതിനേക്കാൾ അവർക്ക് നല്ലത് ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് ദിവ്യയെ മാത്രം ബലി കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഹൈക്കോടതി CBI അന്വേഷണം എന്ന ആവശ്യത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായ ചർച്ചകളുമായി മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് PP ദിവ്യക്കെതിരെ ആ സമയത്ത് വന്ന വാർത്തകളെ ദിവ്യ ഇപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദിവ്യയുടെ ഇടപെടലാണ് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണം. അത് ആത്മഹത്യയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഉത്തരവാദി ദിവ്യ മാത്രമാണ്. അതല്ല കൊലപാതകമാണെങ്കിൽ പോലും ദിവ്യയ്ക്കും പങ്കാളിത്തമുണ്ട്. അങ്ങനെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം ചെയ്ത് ആ കുറ്റകൃത്യം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ദിവ്യ ഇപ്പോഴും താൻ ഇതുവരെയായിരുന്ന ആ ഉന്നതമായ പദവിയുടെ ഹാങ് ഓവറിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ദിവ്യയുടെ അമിതമായ ആത്മവിശ്വാസം നമുക്കറിയാം. ജയിലിലേക്ക് പോകുമ്പോൾ പോലും പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശിക്കൊണ്ട് ദിവ്യ പോയത് പാർട്ടി സംരക്ഷിക്കുമെന്ന ഉറപ്പിന്റെ പുറത്താണ്. ആ ഉറപ്പിൽ തന്നെയാണ് ദിവ്യ ഇപ്പോഴും കണ്ണൂരിലെ സർവശക്തിയായ കമ്മ്യൂണിസ്റ്റുകാരിയായി മുമ്പോട്ട് പോകുന്നത്. പുറത്തു വന്നതിന് ശേഷം ദിവ്യ ചെയ്ത ആദ്യത്തെ കാര്യം ദിവ്യയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളുടെ ലിസ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് പലർക്കെതിരെ ദിവ്യ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓർക്കണം, ഏതാണ്ട് 2 ആഴ്ചയോളം ഒരു കുറ്റകൃത്യത്തിന് ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആളാണ് PP ദിവ്യ. ആ ദിവ്യ ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ, യൂട്യൂബർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ദിവ്യ രംഗത്തിറങ്ങുകയും അവർക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലർ ആവേശം കൊണ്ട് ദിവ്യ ജയിലിലായി പോയല്ലോ, ഇനി കുഴപ്പമില്ല, എന്തും പറയാം എന്ന വിശ്വാസത്തിൽ അതിര് കടന്ന് സംസാരിച്ചു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതിര് കടന്ന് ആരും സംസാരിക്കാൻ പാടില്ല. പല യൂട്യൂബർമാരും അതിര് കടന്ന് സംസാരിക്കും. അവർക്ക് പലപ്പോഴും നിയമത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. സ്ത്രീത്വത്തെ അപമാനിക്കരുത് എന്ന നിയമം ഉദാഹരണത്തിന് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. ഒരു പ്രതിയാണെങ്കിലും ഇല്ലാത്തത് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്പം അതിര് കടന്ന് സംസാരിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു ന്യായമുള്ളത് ദിവ്യ ഒരു നല്ലവനായ, സത്യസന്ധനായ, ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ജീവൻ എടുക്കുന്നതിന് കാരണമായി എന്നതാണ്. നവീൻ ബാബുവിന്റെ ജീവന് തുല്യമല്ല ദിവ്യയുടെ അപമാനം. പക്ഷെ ദിവ്യയ്ക്ക് വലുത് നവീൻ ബാബുവിന്റെ ജീവനേക്കാൾ തന്റെ സൽപ്പേരാണ്. അതുകൊണ്ടാണ് ദിവ്യ തുടർച്ചയായി പല മാധ്യമ പ്രവർത്തകർക്കെതിരെയും കേസ് കൊടുക്കുന്നത്. അങ്ങനെ ദിവ്യയുടെ പരാതിയിൽ പോലീസ് പല കേസുകളും എടുത്തിട്ടുണ്ട്. അങ്ങനെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്ത ഒരാളാണ് മലപ്പുറം ജില്ലക്കാരനായ രാജൻ ജോസഫ് എന്ന മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. പല അഭിപ്രായങ്ങളും അദ്ദേഹം പറയാറുണ്ട്, വിവാദങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്, പല നല്ല വാർത്തകളും അദ്ദേഹം കൊണ്ടുവരാറുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷ അല്പം അതിര് കടന്നതാണ്. പലപ്പോഴും നിയമത്തിന്റെ പരിമിതികളെ അദ്ദേഹം മറന്നു പോവാറുണ്ട്. ആ രാജൻ ജോസഫ് ദിവ്യയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജൻ ജോസഫിനെതിരെ ദിവ്യ ഒരു കേസ് കൊടുക്കുന്നു. പരാതി കിട്ടിയ ഉടൻ തന്നെ ദിവ്യയുടെ സ്നേഹമുള്ള കണ്ണൂർ പോലീസ് ഒരു പടി കൂടി കിടന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചതിനൊപ്പം ദിവ്യയെക്കുറിച്ച് വാർത്ത ചെയ്തത് വഴി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുകയും 2 കൂട്ടരെ തമ്മിൽ ഭിന്നിപ്പിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ ജാമ്യമില്ല വകുപ്പ് കൂടി ചുമത്തുകയാണ്. പോലീസിന്റെ FIR-ൽ ഇങ്ങനെ പറയുന്നു: 19/10/2024 19 മണിക്ക് VP അജിത്ത് സൺ ഓഫ് കുഞ്ഞിരാമൻ എന്നയാൾ ഹാജരാക്കിയിരുന്ന പരാതിയിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനായ പരാതിക്കാരന്റെ ഭാര്യ PP ദിവ്യ എന്നിവർക്കെതിരെ തെറ്റായ കാര്യങ്ങൾ തയ്യാറാക്കി TREയുടെ മര്യാദയ്ക്ക് ദോഷം വരുത്തുകയും ശല്യമുണ്ടാകുന്നതുമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക വഴി പ്രതി വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ തമ്മിൽ വിരോധം, വെറുപ്പ്, വിദ്വേഷം എന്നിവയുണ്ടാക്കി സമൂഹത്തിന് സമാധാനം ഭംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും മറ്റുമുള്ള കാര്യത്തിന് തത്സമയം GD ചാർജ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ പേരും പറയുന്നുണ്ട്. കണ്ണുപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 79-ഉം 2 കൂട്ടരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിനുള്ള 353 രണ്ടും ചുമത്തി FIR ഇട്ടു. സ്വാഭാവികമായും PP ദിവ്യയുടെ ഭർത്താവാണ് പരാതിക്കാരൻ.
ഓർക്കണം, നമ്മുടെ TV പ്രശാന്തിന്റെ സഹപ്രവർത്തകനാണ്, ഈ പെട്രോൾ പമ്പ് മാഫിയയുടെ ഒക്കെ പിന്നിലുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ്. ദിവ്യ എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ദിവ്യയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ പോലീസ് FIR ഇട്ടു, ജാമ്യമില്ല വകുപ്പും ചുമത്തി. രാജൻ ജോസഫ് ഒളിവിലും പോയി. അല്ലെങ്കിൽ പണിയാകുമെന്ന് രാജൻ ജോസഫിന് അറിയാം. രാജൻ ജോസഫിനെ ജയിലിൽ അടയ്ക്കും എന്ന വാശിയിൽ ദിവ്യ പിന്നീട് നമ്മുടെ 24-ലെ ദീപക് ധർമ്മടത്തിന് പ്രത്യേകമായി ഒരു അഭിമുഖം കൊടുക്കുകയും ഒരു യൂട്യൂബറെ ഞാനിപ്പോൾ തീർത്തു തരും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ രാജൻ ജോസഫിന്റെ കേസ്, ദിവ്യയുടെ കേസ് പരിഗണിച്ച് അതേ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വരുന്നു. തലശ്ശേരി സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കോടതി ഈ രണ്ട് വകുപ്പുകളെയും വിശദമായി തന്നെ വിലയിരുത്തി സെക്ഷൻ 79 നിലനിൽക്കും എന്ന നിഗമനത്തിലെത്തി. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുക, ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെ അപമാനിക്കുന്ന തരത്തിലാണ് രാജൻ ജോസഫിന്റെ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞു. അത് ശരിയോ തെറ്റോ എന്ന് ട്രയൽ കോടതിയാണ് നിഗമനത്തിലെത്തേണ്ടത്. പക്ഷെ പ്രഥമ ദൃഷ്ടിയ അത് നിലനിൽക്കും എന്ന് സെഷൻസ് കോടതി കണ്ടെത്തുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് സൂക്ഷിച്ചു വേണം. നിയമത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷയുണ്ട്. ആ പരിരക്ഷയിൽ വീഴ്ച ഉണ്ടായി എന്ന് കോടതിക്ക് ബോധ്യമാകുന്നു. അത് നിലനിൽക്കുമെന്ന് പറയുന്നു. പക്ഷെ കോടതി പറയുന്നു അത് ജാമ്യമുള്ള വകുപ്പാണ്. രണ്ടാമത് കോടതി 353(2) എന്ന സെക്ഷൻ പരിഗണിക്കുന്നു. രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ രാജൻ ജോസഫ് വീഡിയോ ചെയ്തു എന്നത് എങ്ങനെ നിലനിൽക്കും എന്നാണ് കോടതി ചോദിച്ചത്. മതത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഭാഷയുടെയോ രാജ്യത്തിന്റെയോ ഒക്കെ കാര്യം പറഞ്ഞ് രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം ചെയ്തതായിരിക്കണം വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ അത് വളരെ വ്യക്തമാണ്. ദിവ്യയെ പരിഹസിച്ച് കാണും, ദിവ്യയെ കളിയാക്കി കാണും, അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ലക്ഷ്യമില്ല. ഇവിടെ ആ വകുപ്പ് കൂടി പോലീസ് ചുമത്തിയത് രാജൻ ജോസഫിന് ജാമ്യം നിഷേധിച്ച് ജയിലിൽ അടയ്ക്കുക എന്ന ഗൂഢലക്ഷ്യത്തിലാണ്. കോടതി അത് തെറ്റാണ് എന്ന് നിഗമനത്തിലെത്തുകയും നിലനിൽക്കാത്ത വകുപ്പാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചു. രാജൻ ജോസഫിന് ജയിലിലാകേണ്ടി വന്നില്ല. ഇവിടെ ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണിത്. പോലീസ് പലപ്പോഴും അവർക്ക് അനുവദിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് കടന്ന് നിരപരാധികളെ വേട്ടയാടാൻ സ്വാധീനമുള്ളവരുടെ കരങ്ങളിൽ വീണു പോകുന്നു. ഒരു വലിയ ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയായി ജയിലിൽ കിടന്ന ദിവ്യ കണ്ണൂരിലെ CPM നേതാവായതുകൊണ്ട് മാത്രം ദിവ്യ വിമർശിച്ചതിന് അതിരുവിട്ടു പോയെങ്കിലും അതിനപ്പുറത്തേക്ക് കടന്ന് ജാമ്യമില്ലാ വകുപ്പ് എന്ന കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു എന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം അനുസരിച്ചാണ് എനിക്കെതിരെ ഞാൻ മനസ്സാ വാച ജാതി ചിന്ത ഇല്ലാതിരുന്നിട്ടും പോലീസ് കേസെടുത്തതും ഒളിവിൽ പോവേണ്ടി വന്നതും. സുപ്രീം കോടതി പിന്നീട് ആ വാദം റദ്ദു ചെയ്തു. കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് നിലനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ എന്തിനാണ് പോലീസ് പെരുമാറുന്നത്? സ്വാധീനമുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങി നിരപരാധികളായ മനുഷ്യരെ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി വേട്ടയാടുന്നത് എന്തിനാണ്? രാജൻ ജോസഫിന്റെ ഭാഷയോട് വിയോജിപ്പുണ്ടാവാം, രാജൻ ജോസഫിന്റെ അവതരണ രീതിയോട് വിമർശനം ഉണ്ടാവാം. പക്ഷെ രാജൻ ജോസഫ് ചെയ്യാത്ത കുറ്റത്തിന് എന്തിന് അയാളുടെ മേൽ കുറ്റം ചുമത്തുന്നു? അയാളെ എന്തിന് വേട്ടയാടി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നു? അതും ഒരു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടി. പോലീസ് കുറച്ചുകൂടി വിവേചന ബുദ്ധി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരന്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന്റെ ക്ഷീണം പോലീസിനാണ്. വളരെ ബുദ്ധിപരമായി അവർ ഗൗരവമേറിയ പല കുറ്റകൃത്യങ്ങളും ചുമത്തുന്നു. വളപട്ടണത്തെ മോഷണ കേസ്, ഇപ്പോഴത്തെ കണ്ണൂരിൽ ഒരു 10 മാസമായി കോമയിൽ കിടന്ന ഒരു പെൺകുട്ടിയെ വണ്ടി ഇടിപ്പിച്ചിട്ട് മുങ്ങിപ്പോയി ഒരുത്തിനെ പൊക്കിയിരിക്കുന്നു. നല്ല കാര്യമാണ്. പക്ഷേ നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള പോലീസിന്റെ ജാഗ്രത. ഒരു 17 വയസ്സുകാരി ഗർഭിണിയായപ്പോൾ ആ വിവരം പോലീസിനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അമ്മയെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി തൃശ്ശൂരിൽ പോലീസ്. കാസർഗോഡ് ഒരു യുവാവ് 18 വയസ്സ് പൂർത്തിയാകാൻ 1 മാസം മാത്രം ബാക്കിയുള്ള ഒരു പെൺകുട്ടിയെ ബൈക്കിന് പിറകിൽ കയറ്റി എന്നതിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് രാജൻ ജോസഫ് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസെടുക്കുന്നത്. ദയവായി പോലീസ് ശ്രദ്ധിക്കുക. പഴയ കാലമല്ലിത്. മുകളിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ ആളുണ്ടാവും. ഇതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. കള്ളക്കേസ് ചുമത്തിയാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ BNS-ൽ ഇപ്പോൾ വകുപ്പുണ്ട്. മനുഷ്യർക്ക് വിവേകവും വിവരവും വിവേചന ബുദ്ധിയും കൂടി വരുന്നു. അവരൊക്കെ രംഗത്തിറങ്ങുമ്പോൾ പോലീസിന് നാണക്കേടാണ്. അവസാനം പോലീസിന്റെ പെൻഷനിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അന്ന് നിങ്ങളോട് നിർദ്ദേശിച്ച മേലുദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയക്കാരോ ഒന്നും സഹായിക്കാൻ എത്തില്ല. ദയവായി ഇത്തരം കള്ളക്കേസുകളിൽ നിന്നും പോലീസ് മാറി നിൽക്കുക. കേരള പോലീസിന്റെ അന്വേഷണ മികവിലുള്ള യശസ് നിലനിൽക്കണമെങ്കിൽ ഇത്തരം കള്ളക്കേസുകൾ, രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പുറത്തുള്ള കള്ളക്കേസുകൾ ഒഴിവാക്കാനുള്ള വിവേചന ബുദ്ധി അവർ കാട്ടണം.